ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2050 ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ജനസംഖ്യ കുറയുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലാകുമെന്നും പ്രവചനത്തിലുണ്ട്. അമേരിക്കൻ തിങ്ക് ടാങ്ക് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. എല്ലാ മതവിഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ, അതായത് മധ്യവയസ്സ് എന്ന് പറഞ്ഞാൽ 30 വയസ്സുള്ളതിനാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകമതങ്ങളുടെ ഭാവി, ജനസംഖ്യാ വളർച്ചാ പ്രവചനങ്ങൾ 2010, 2050 എന്നീ റിപ്പോർട്ടാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉള്ളത്. ലോക ജനസംഖ്യയേക്കാൾ വേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ മതവിഭാഗമാണ് മുസ്ലിങ്ങൾ. വരും ദശകങ്ങളിൽ ലോക ജനസംഖ്യ 35% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം 73% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ എണ്ണം 2.8 ബില്യണിലെത്തും എന്നതാണ് പ്രധാനം. 2050 ഇന്ത്യയിൽ 31 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ 11% വരും. ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2010 മൊത്തം ജനസംഖ്യയുടെ 14.4% മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ 2050 ആകുമ്പോഴേക്കും ഇത് 18.4% ഉയരും. മുസ്ലിങ്ങളുടെ ശരാശരി പ്രായം 22 വയസ്സാണ്. ഹിന്ദുക്കൾക്ക് 26 വയസ്സും ക്രിസ്ത്യാനികൾക്ക് 28 വയസ്സുമാണ്. ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് ശരാശരി 3.2 കുട്ടികളുണ്ട്. ഹിന്ദു സ്ത്രീകൾക്ക് 2.5 കുട്ടികളും ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ശരാശരി 2.3 കുട്ടികളും ഉണ്ട്. നിലവിൽ മൊത്തം ജനസംഖ്യയുടെ 2.5% വരുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 2050 ആകുമ്പോഴേക്കും 2.3% കുറയുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആഗോളതലത്തിൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഏതാണ്ട് 62% ഏഷ്യ പസഫിക് മേഖലയിലാണ് താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നിലവിലെ ഇന്തോനേഷ്യയെയും തള്ളി ഇന്ത്യ മുന്നോട്ട് വരുമെന്നാണ് പുതിയ റിപ്പോർട്ട്. 2050 ഇന്ത്യ ഇന്തോനേഷ്യയെ പിന്തള്ളി ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഉയരും എന്ന റിപ്പോർട്ട് ലോകരാജ്യങ്ങളെ തന്നെ അമ്പരപ്പിക്കുന്നു. 2050 25.7 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന ഇന്തോനേഷ്യ 3ാം സ്ഥാനത്തേക്ക് താഴാൻ സാധ്യതയുണ്ട്. 27.3 കോടിയോളം മുസ്ലിം ജനസംഖ്യയിൽ പാകിസ്ഥാൻ ലോകത്ത് 2ാം സ്ഥാനത്തായിരിക്കും എന്നും കണക്കാക്കപ്പെടുന്നു. അപ്പോൾ 1 ഇന്ത്യ, 2 പാകിസ്ഥാൻ, 3 ഇന്തോനേഷ്യ. എന്നാൽ 2050 ഹിന്ദുമതം ലോകത്തിലെ 3ാമത്തെ വലിയ മതമായി തുടരുമത്രേ. ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 19.4% ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനികൾ 31.4%, മുസ്ലിങ്ങൾ 29.7% ആണ് എന്നാണ് പഠനം വെളിപ്പെടുത്തുന്നത്. ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ചിലതിൽ ഹിന്ദുക്കളുടെ എണ്ണം അതിവേഗം കുറയും. 2050 മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 2010 1.6% ജനസംഖ്യ 2050 1.3% കുറയും. യൂറോപ്പിലും മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണ്. 2050 ആകുമ്പോഴേക്കും മൊത്തം യൂറോപ്യന്മാരിൽ 10% മുസ്ലിങ്ങളായിരിക്കും. താരതമ്യേന കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന ലാറ്റിൻ അമേരിക്കയും കരീബിയൻ പ്രദേശങ്ങളും ഒഴികെ മുസ്ലിങ്ങളുടെ ശതമാനം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മുസ്ലിങ്ങൾ മാറുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പോഴും വലിയ ഒരു ചോദ്യം ഉയരുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുടിയേറുന്ന മുസ്ലിങ്ങൾ അവർ പെറ്റുപെരുകുകയും പല രൂപത്തിലൂടെയും മതം മാറ്റുകയും ചെയ്ത് അവരുടെ മതം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള മതവിഭാഗങ്ങൾ ആശങ്കയോടുകൂടി അതിനെ നോക്കിക്കാണേണ്ടതില്ല. കാരണം അവരെ പോലെ തന്നെ ജനസംഖ്യ പെരുപ്പിക്കാനുള്ള മാർഗം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടല്ലോ. അവരത് ചെയ്യാതെ കഴിവുള്ളവരെ നോക്കി ആകുലപ്പെട്ടിട്ട് എന്താണ് കാര്യം? മുസ്ലിം ജനസംഖ്യ ലോകത്ത് 1-ാം സ്ഥാനത്തായിട്ട് ഇന്ത്യ വളരും എന്ന റിപ്പോർട്ട് നോക്കി കണ്ണും തള്ളിയിരിക്കുമ്പോഴും ഒരു പ്രശ്നം വീണ്ടും ഉയരുകയാണ്. ശരീഅത്ത് നിയമമായിരിക്കുമല്ലോ അപ്പോഴും നിലവിൽ വരിക. ഇന്ത്യ ആകുലതയോടെ ആശങ്കയോടെ കാത്തിരിക്കുന്ന ആ ശരീഅത്ത് നിയമത്തിന്റെ അപാകതകൾ, എല്ലാവരും അനുഭവിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യവും ബാക്കിയാണ്. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും ഒക്കെ അതുവഴി തടസ്സപ്പെടില്ലേ? ഇപ്പോ മലപ്പുറത്തൊരു പെൺകുട്ടി 19കാരിയാണ്. ആ പെൺകുട്ടിയാണിപ്പോൾ പൈലറ്റ് ആയത്. അത് അവൾ ആ മതനിയമത്തെ വലിച്ചെറിഞ്ഞത് കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം പൈലറ്റ് സ്ഥാനത്ത് ആ പെൺകുട്ടിയുടെ പിതാവോ അതല്ലെങ്കിൽ സഹോദരനോ കാണേണ്ടിയിരുന്നു. അതല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പ മക്കളെങ്കിലും കാണേണ്ടിയിരുന്നു. വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള രക്തബന്ധങ്ങളിലുള്ള ബ്രദേഴ്സ് കൂടെ ഉണ്ടാകണം. ഇസ്ലാമിക നിയമത്തെ പിന്തള്ളി തന്നെയാണ് ഇതുവരെയും ലോക ചരിത്രങ്ങളിൽ ഇന്നേ വരെ എല്ലാ രൂപത്തിലും പുരോഗതി ഈ ലോകത്ത് മുസ്ലിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ മതത്തെ വലിച്ചെറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. കാരണം ഒരു മുസ്ലിം സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും അവൾ ഒറ്റയ്ക്ക് ഒരു വാഹനം ഓടിച്ച്, അതും പ്രത്യേകിച്ച് ഫ്ലൈറ്റൊക്കെ ഓടിച്ച് പോകുക എന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള മാനം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ താലിബാനുകളെ നോക്കി, അവർ വിസ്മയമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും താലിബാനുകളെ നോക്കി ഇപ്പോഴും അവർ ഗോത്ര വിഭാഗമാണ് എന്ന് അധിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ശരിക്കു പറഞ്ഞാൽ അവർ ഗോത്ര വിഭാഗമല്ല. ആ 6-ാം നൂറ്റാണ്ടിന്റെ ഇസ്ലാം മതം എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഇസ്ലാമാണ് കുറച്ചുകൂടി വളരുന്നതെങ്കിൽ, മുസ്ലിങ്ങളാണ് വർദ്ധിക്കുന്നതെങ്കിൽ അവരുടെ പുരോഗതി ഏത് രൂപത്തിലായിരിക്കും എന്ന് ലോകത്തെ ചിന്തിപ്പിക്കുന്ന മാർഗമാണ് ഇന്ന് അഫ്ഗാൻ ഭരിക്കുന്ന താലിബാനികളും ഒരു കഷ്ണം തലമുടി ഒന്ന് കണ്ടു എന്നതിന്റെ പേരിൽ മഹ്സ അമിനി എന്ന് പറയുന്ന 22കാരിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഇറാനും ലോകത്തോട് പറയുന്നത് ഇസ്ലാം ഇങ്ങനെയാണെന്നാണ്. ഇസ്ലാമിന് ഇങ്ങനെ ആകാനേ പറ്റൂ എന്ന വലിയ സന്ദേശമാണ്. ഇനിയിപ്പോ ഹിജാബിന് ഇറാൻ പുതിയ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടികളെ മാനസിക രോഗികളായി കണ്ട് 15 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് ഇപ്പോൾ ഇറാൻ മന്ത്രാലയം പുതിയ നിയമം ഇറക്കിയിരിക്കുന്നത്. അതിനെതിരെ ഇറാനിലെ സകലമാന മനുഷ്യരും ആൺപെൺ ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങി പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഏതാണ്ട് ആ നിയമം ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പുരോഗതിയും വളർച്ചയും നവോത്ഥാനവും സ്ത്രീകളുടെ മുന്നേറ്റവും ഒക്കെ എത്രയോ കാലഘട്ടങ്ങൾക്ക് പുറകിലാണ് മുസ്ലിങ്ങൾ എന്ന് ഇറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി.